ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ടുഡേ ഈസ് 17th July. രാവിലെ തന്നെ അശ്വിൻ മാടമ്പിള്ളിയുടെ യൂട്യൂബ് ചാനലൊക്കെ വെച്ച് സവോള അരിയുവാണ്. ഫ്രൈഡേ ആണ്, വീക്കെൻഡാണ്. ഏറ്റവും പണിക്ക് എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റണം, പെട്ടെന്ന് പണി തീരണം. എങ്ങനെയെങ്കിലും കിച്ചണിൽ നിന്ന് എസ്കേപ്പ് ആവണം. ഇതാണ് ഇന്നത്തെ പ്ലാന്. മുട്ട പുഴുങ്ങിയിട്ടല്ല ബിരിയാണിയിലേക്ക് ആഡ് ചെയ്യുന്നത്. മുട്ട അതേപോലെ തന്നെ റൈസിലേക്ക് ഇട്ട് വേവിക്കുകയോ ചെയ്യുന്നത്. പിന്നെ സെപ്പറേറ്റ് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫെലിക്സ് ഹോട്ടലിന് എഗ്ഗ് അങ്ങനെ കഴിക്കാറില്ല. എപ്പോഴും കുറച്ച് ചിക്കൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് മസാലയൊക്കെ പറ്റി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തൊന്ന് ഫ്രൈ ചെയ്താൽ അവനുള്ളത് റെഡിയായി. 7:15 മുതൽ ഫാബിക്കുട്ടിന് വിശക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇന്ന് ഫാബിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുവാണ്. ഇന്നലെ നേരത്തെ അത്താഴമൊക്കെ കഴിച്ച് 7 മണി 7:30 പുള്ളിക്കാരൻ കിടന്ന് ഉറങ്ങിയതാണ്, തലവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റപ്പം നല്ല വിശപ്പായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് വിശക്കുന്നേന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ 2 ദോശയൊക്കെ ചുട്ടു കൊടുത്തു. നേരത്തെയൊക്കെ കൈമാ റൈസ് എനിക്ക് ബിരിയാണിയിൽ അങ്ങനെ യൂസ് ചെയ്യാൻ വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ അത് 1-2 പ്രാവശ്യം കഴിച്ച് അതങ്ങ് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സാദാ ബിരിയാണി റൈസ് അങ്ങനെ ഉപയോഗിക്കാറില്ല. കൂടുതൽ ഉപയോഗിക്കുന്ന ഈ കൈമാ റൈസ്. അതിൻ്റെ ആ ഒരു മണമുള്ള കൈമാ റൈസ് ഉണ്ട്. അതിനെന്നാ പറയുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും അത് നല്ല അടിപൊളിയാണ്. എൻ്റെ എഗ്ഗ് ബിരിയാണിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്നോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ട്, ഈ എഗ്ഗ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് അരിയിലിട്ട് എങ്ങനെ വേവിക്കുക, നല്ലതാണോ എന്നൊക്കെ. നല്ലതാവാതിരിക്കാൻ എന്താണ്, നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതിലെ അഴുക്കും കാര്യങ്ങളും എല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് റൈസിലിട്ട് വേവിക്കണേന് ഒരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ വീട്ടിലോ കടകളിലോ പോയിട്ടാണ് ഞങ്ങൾ ബിരിയാണി കഴിക്കുന്നതെങ്കിൽ സാലഡും പപ്പടവും എല്ലാം പിള്ളേർ കഴിക്കും. പക്ഷേ ഇത് സ്കൂളിൽ കൊടുത്തു വിടുന്ന സമയത്ത് അവർ സാലഡ് കഴിക്കത്തില്ല. എന്താ കാരണം എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയണത് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും, ലഞ്ചിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും ഈ സാലഡിൻ്റെ ഒക്കെ ടേസ്റ്റ് മാറുത്രേ. അപ്പോൾ പിന്നെ അതുണ്ടാക്കി ബുദ്ധിമുട്ടുണ്ട്. റൈസും ചിക്കനും അല്ലെങ്കിൽ റൈസും എഗ്ഗും മാത്രം കൊടുത്തു വിട്ടാൽ മതി. ഏറ്റവും വലിയ രസം, ബിരിയാണി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫാബിക്കുട്ടിന് ഒരു കഷ്ണം ചിക്കൻ വെക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാണ്, എനിക്ക് എഗ്ഗ് വേണ്ട, ചിക്കൻ മാത്രം വെച്ചാൽ മതിയെന്ന്. അങ്ങനെ 2 പേർക്കും റൈസും ചിക്കൻ ഫ്രൈയുമാണ് ടിഫിനിലേക്ക് വെച്ചത്. ഇപ്പോൾ അവർ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് അവർ വലിയ കുട്ടികളായി എന്നാണ് അവർ പറയണത്. പ്രയർ യൂണിറ്റിൻ്റെ ഫ്രണ്ടിലിരുന്ന പ്ലാന്റിന് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് ദിവസമായെന്ന് തോന്നുന്നു. കാര്യം പറഞ്ഞാൽ ഡെയിലി കാണുന്നുണ്ട്. കാഴ്ചയിൽ അതിന് വളർച്ചക്കുറവോ ലീഫിന് കളർ വ്യത്യാസം ഒന്നും കാണുന്നില്ല. അത് വെറും ക്ലേ ബോൾസിനകത്താണ് ഞാൻ ആ മോൺസ്ട്ര പ്ലാന്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. വെറുതെ ഒന്ന് കയ്യിലെടുത്ത് നോക്കിയപ്പോൾ ആ പോട്ടിനകത്ത് ഒരു തരി വെള്ളമില്ല. ആ ക്ലേ ബോൾസ് ഒക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണേ. പക്ഷെ ചെടിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇനിയും അതിനോട് മര്യാദകേട് കാണിക്കണ്ടെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജെന്നി മാറ്റിൽ കയറി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് ഡോർ ഇങ്ങനെ ഇടയ്ക്ക് ക്ലോസ് ചെയ്തിടുന്നത്. ആ പരിസരത്ത് എവിടെയെങ്കിലും ഞാനുണ്ടെങ്കിൽ പുള്ളിക്കാരി അങ്ങോട്ടേക്ക് വരത്തേ ഇല്ല. അതേസമയം പിള്ളേരാണെങ്കിൽ അവർ വേണ്ടാന്ന് പറഞ്ഞാലും അവൾക്ക് പുല്ലുമല്ലയാണ്, അവളവിടെ കയറി കിടക്കുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് ഡോർ അടച്ചിടുന്നത്.